വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാൻവാനെ ചാട്ടവാറ് കൊണ്ട് മാനേജർ വാങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇൻഹങ് വരുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അത് മാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ? ഇൻഹെങ് സ്വന്തം കയ്യിലെ തോക്കെടുക്കുമ്പോൾ പേടിച്ചിരിക്കുന്നു ചുറ്റുമുള്ളവർ. എന്നാൽ ഷർട്ടിൻ്റെ ബട്ടൺസ് റെഡിയാക്കാനാണ് അവൻ കൈ നിവർത്തിയത്. നിന്റെ രക്ഷപ്പെടൽ നടന്നില്ലല്ലോ, ഇനി സ്വന്തം മുറിയിലേക്ക് പോയിക്കൊള്ളാൻ അവൻ വാൻവാനോട് ആവശ്യപ്പെടുന്നു. അസുഖമെല്ലാം മാറിയ സ്ഥിതിക്ക് എനിക്കിനി വരാമല്ലോ എന്നവൻ മാസ്റ്റർ ഇനിനോട് ചോദിക്കുന്നു. ശേഷം മുറിയിലേക്ക് പോകുന്നു. ഇൻഹെങ്ങിനെ ഇനി എങ്ങനെ നേരിടണമെന്ന ഗൂഢാലോചന മാസ്റ്റർ ഇനും മാനേജർ വാങ്ങും തുടങ്ങി. പക്ഷെ വാൻവാൻ സ്വന്തം മുറിയിൽ ആലോചനയിലാണ്. സെങ്കാവോന് നല്ല പിടിപാടുള്ളതുകൊണ്ടാണല്ലോ ഷിയാക്യുവിന് മരുന്ന് നൽകിയത്. അതും ഓൾഡ് മാഡം മരിച്ച ദിവസം രാത്രിയിൽ ക്ലിനിക് ഒന്നും പ്രവർത്തിക്കാതിരുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് അവൾ ചിന്തിക്കുന്നു. അതേസമയം ഇൻഹെങ്ങും ആലോചനയിലാണ്. ഷെൻ സിസ്റ്ററിനെ ദത്തെടുത്തതും ഷെൻ ഹോസ്പിറ്റൽ ട്രാജഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അവരിപ്പോൾ കൊട്ടാരത്തിലാണുള്ളതെന്നത് അവരുടെ ജീവന് ആപത്തല്ലേ എന്ന് യങ് ചിന്തിക്കുന്നു. തങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾ പരസ്പരം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചിന്തിക്കുന്നു. ഒരേ സമയം മുറിയിൽ നിന്നും ഇറങ്ങിയ അവർ പുറത്തുനിന്ന് മാനേജർ വാങ്ങിനെ കണ്ട് ഒളിക്കുന്നു ഒന്നിച്ച്. പിറ്റേന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻഹെങ് മാസ്റ്റർ മെങ്ങുമായുള്ള മീറ്റിങ്ങിനെ കുറിച്ചും താൻ യുവാനോടൊപ്പം തിയേറ്ററിൽ ഡേറ്റ് പോകുകയാണെന്നും പറയുന്നു. വാൻവാൻ്റെ മനസ്സറിയുന്ന ഷിയാക്യു ഇൻഹെങ്ങിന് വാൻവാനെ കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് തിയേറ്റർ ടിക്കറ്റ് അവൾക്ക് കൊടുക്കുന്നു. സെങ്കാവോൻ്റെ കയ്യിൽ നിന്നും വാൻവാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഷിയാക്യു. ഇൻഹെങ് വാൻവാൻ വാങ്ങി നൽകിയ ഡ്രസ്സ് ഷിയാക്യു അവളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ രക്ഷയ്ക്കായി അവൾ ഷിയാക്യുവിന് തോക്കു നൽകുന്നു. ഇൻ നൽകിയ ക്ലിപ്പും തലയിൽ കുത്തി തിയേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് സെങ്കാവോ അതുവഴി കടന്നുപോയത്. അവൻ്റെ മൂക്കിൽ നിന്നും രക്തം വന്നു. ഷിയാക്യുവിനും ഒരു ഫോറിൻ ഗിഫ്റ്റുമായിട്ടാണ് അവൻ വന്നത്. മരുന്നിൻ്റെ കയ്പ് മാറ്റാൻ അവൾക്ക് ക്യാൻഡീസ് വാങ്ങാനും അവൻ പറയുന്നു. മുറിയിൽ തോക്ക് നോക്കിയിരിക്കുന്ന ഷിയാക്യുവിൻ്റെ മുറിയിലേക്ക് മാസ്റ്റർ ഇനും മാനേജർ വാങ്ങും മരുന്നുമായി വരുന്നു. മരുന്നിനെക്കുറിച്ചും വാൻവാനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. വാൻവാൻ മുറിയിലാണെന്ന് ഷിയാക്യു പറഞ്ഞത് വിശ്വസിച്ച് വാങ് അവളുടെ മുറിയിലേക്ക് പോകുന്നു. ഇതേസമയം വാൻവാൻ തിയേറ്ററിൽ ഇൻഹെങ്ങിനെ കാത്തു നിൽക്കുകയാണ്. മരുന്നിനെക്കുറിച്ചുള്ള നിഗൂഢത ഷിയാബുവിൻ്റെ സഹായത്തോടെ ഇൻഹെങ്ങും അറിഞ്ഞിരുന്നു. മിസ്റ്റർ ഷൻ ഷിയാക്യു ആണെന്ന രഹസ്യം എക്സ്പോസ് ആയ പ്രശ്നം പരിഹരിക്കാൻ ഇരുവരും ടവേണിലേക്ക് പോകുന്നു. ഇതേസമയം ഷിയാക്യുവിനെ മരുന്ന് കുടിക്കാൻ നിർബന്ധിക്കുകയാണ് മാസ്റ്റർ ഇൻ. സെങ്കാവോ മരിച്ചാൽ നീയും മരിക്കുമെന്ന് അയാൾ പറയുന്നു. വാൻവാൻ്റെ മുറിയിൽ നിന്നും ഷിയാക്യുവിൻ്റെയും വാൻവാൻ്റെയും ചെറുപ്പത്തിലെ ഫോട്ടോ ഉള്ള പോക്കറ്റ് വാച്ചുമായി മാനേജർ വാങ് തിരിച്ചെത്തുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.